കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാത്ത, മുതിർന്നവരോട് ബഹുമാനമില്ലാത്ത, ഏത് തറവാട്ടിലും കയറി ചെല്ലാൻ പെർമിഷനുള്ള, ഏത് സ്ഥലത്തും ഏത് സമയത്തും കയറി റൂഹ് പിടിക്കാൻ പെർമിഷൻ അല്ല കൊടുത്തിട്ടുള്ള, ഒരിക്കൽ പോലും ചിരിക്കാത്ത മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ. അത് ആശുപത്രിയിലാകണമെന്നില്ല, അത് ICUവിലാകണമെന്നില്ല, അത് നിന്റെ വീട്ടിൽ തന്നെ നീ സന്തോഷത്തോടെ ഭർത്താവ് ഒത്തു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ നിന്റെ പറക്കമുറ്റാത്ത പൊന്നുമക്കളെ എടുത്ത് താലോലിക്കുമ്പോൾ, പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ അടുക്കൽ വരികയാണ് ഇസ്രായീൽ അലൈഹിസ്സലാം. വന്നുകൊണ്ട് നിന്റെ റൂഹങ്ങ് പിടിക്കാൻ ഒരുങ്ങുമ്പോൾ നിനക്ക് മനസ്സിലായി ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നിന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഇനി നിനക്കൊരു ജീവിതമില്ല, നിന്റെ മരണമാണ് സംഭവിക്കാൻ പോകുന്നത്. നിന്റെ വലത് കാല് ഇടത് കാലിനോട് സലാം പറയുകയാണ്, വലത് കൈ ഇടത് കൈയോട് സലാം പറയുകയാണ്. ആ സമയത്തെ ഖുർആനെ പരിചയപ്പെടുത്തുന്ന പല ഭാഗങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ റൂഹ് പിടിക്കാൻ ഇസ്രായീൽ വരുമ്പോ അവന് പറയുന്ന ഒരു വാക്കാണ്, സഹോദര, ഈ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുന്നത് 2024 ജീവിച്ചിരുന്നിട്ട് നീ അമല് ചെയ്തില്ല, 23-ലും 22-ലും 21-ലും 20-ലും 99-ലും നീ ജീവിച്ചിരുന്നല്ലോ, നിനക്ക് നന്നാകണമെന്ന മോഹമില്ല. ഇനി 2030 നിനക്ക് ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യണമെന്ന മോഹം വരൂല. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് എപ്പോഴും അറിയോ? ഈ ആരോഗ്യവും ഈ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തരുമ്പോ ഇപ്പോഴൊന്നും നിനക്ക് അമല് ചെയ്യണമെന്ന മോഹം വരില്ല പെങ്ങളെ. എപ്പോഴാ നീ ആഗ്രഹിക്കുന്നത്? ഹത്താ ഇദാ ജാഅഹദഹുമുൽ മൗത്, ഇദാ മരണത്തിന്റെ മാലാഖ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് നീ പറയുന്ന പടച്ചവനോട് ഖാല റബ്ബിർജിഊ, അല്ലാഹുവേ തിരിച്ചൊന്ന് വിളിക്കുമോ? അസ്രായീലിനെ ഒന്ന് മടക്കി വിളിക്കുമോ? ഖാബിദുൽ അർവാഹിനെ. എന്തിനാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഇവിടെ ഞാൻ ദുനിയാവിൽ ചെയ്യാത്ത കുറെ കർമ്മങ്ങളുണ്ട്, ഒരു വഖത്ത് ഞാൻ നമസ്കരിച്ചിട്ടില്ല അല്ലാ, എന്റെ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ സന്തോഷിപ്പിച്ചിട്ടില്ല, എന്റെ പള്ളിയിൽ കയറി ഞാനൊന്ന് നമസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ മദ്രസയുടെ പണി നടക്കുമ്പോ അതല്ലെങ്കിൽ അതിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടുമ്പോ ഒരു രൂപ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അല്ലാ, അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ച് തമ്പുരാനെ. അതുകൊണ്ട് ഇതാ നിന്നോട് ചോദിക്കുകയാ, റബ്ബിർജിഊ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ചെയ്യാത്ത ഞാൻ തിരിച്ചു വന്ന ചെയ്യാതെ വന്ന അമലുകൾ ധാരാളമുണ്ട്, അത് ഞാനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കിനെ നീ ഒന്ന് തിരിച്ചു വിളിക്കുമോ? ആ സമയത്ത് പെങ്ങളെ മറുപടി വരികയാണ്. എന്താ മറുപടി എന്നറിയോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണ്. ഇത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിന്റെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹ് പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മിണ്ടാര കിടക്കടി, മിണ്ടാര കിടക്കട, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇത് എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഇത് ഫിർഔൻ പറഞ്ഞു, ഖാറൂൻ പറഞ്ഞു, ഹാമാൻ പറഞ്ഞു, നമ്രൂദ് പറഞ്ഞു, മുസോളിനി പറഞ്ഞു, ഹിറ്റ്ലർ പറഞ്ഞു, ലോകമടക്കി ഭരിച്ച ചക്രവർത്തിമാരെല്ലാവരും പറഞ്ഞു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മിണ്ടാര കിടക്കട, ഇതെല്ലാവരും പറയുന്ന വാക്ക് തന്നെയാണ്. ഞാനാണ് സർവ്വലോകത്തിന്റെയും സൃഷ്ടാവെന്ന് വാദിച്ച റാംസീസ് രണ്ടാമനെന്ന സാക്ഷാൽ ഫറോവ, അവനും പറഞ്ഞു മരിക്കാൻ നേരത്ത് എന്താണ് ഒന്ന് പിന്തിക്കുമോ തമ്പുരാനെ? ചെങ്കടലിന്റെ നടുഭാഗത്ത് വെള്ളത്തിൽ മുങ്ങി തൊണ്ടക്കുടിയിലേക്ക് വെള്ളമെത്തുമ്പോ സാക്ഷാൽ ഫിർഔനും വിളിച്ചു പറഞ്ഞു, പെങ്ങളെ
എന്നെ ഒന്ന് പിന്തിക്കുമോ, ഞാനൊന്ന് അമല് ചെയ്തോട്ടെ, ഞാൻ മൂസായെ കൊണ്ടൊന്ന് വിശ്വസിച്ചോട്ടെ. ആ സമയത്തും അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറഞ്ഞത് കല്ല, മിണ്ടാതെ കിടക്കടാ, ഇന്നകാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇതെല്ലാവനും പറയുന്ന വാക്ക് തന്നെയാണ്, മിണ്ടാതെ കിടക്കടാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ വിലയറിയുന്നത് 2025 വരുമ്പോഴല്ല, 2026 വരുമ്പോഴല്ല. എന്തേ 2024 വന്നപ്പോ നീ അറിഞ്ഞില്ലല്ലോ? 2023 വന്നപ്പോഴും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ? ഈ അമല് ചെയ്യാൻ നിന്റെ വെമ്പൽ, അമലിനോടുള്ള നിന്റെ ആഗ്രഹം, അമല് ചെയ്യാനുള്ള നിന്റെ ആർത്തി എപ്പോഴാണെന്നറിയോ? ഒന്നാമതായിട്ട് അസ്റായീൽ കടന്നു വരുമ്പോഴാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ.